ഇന്ന് നമുക്ക് വൈറ്റ് സാരീസിൻ്റെ ഒരു കളക്ഷനാണ്. വൈറ്റ് സാരീസിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഡിസൈൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ നെറ്റിലും കോട്ടായിലും ഒക്കെ വന്നിരിക്കുന്ന വൈറ്റ് സാരീസാണ് കാണിക്കുന്നത്. നമുക്കിനിയിപ്പം നോയമ്പൊക്കെ തുടങ്ങുമല്ലേ, അപ്പോൾ ഒക്കെ വൈറ്റ് സാരീസിൻ്റെ ഒക്കെ ഒത്തിരി ആവശ്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലും വൈറ്റിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ ഇത് വാട്സപ്പ് ത്രൂ മാത്രമായിട്ട് ഓർഡർ ഉള്ളൂ. കാരണം ലിമിറ്റഡ് പീസസ് ആണ്, അതുകൊണ്ട് വാട്സപ്പ് ത്രൂ ആയിരിക്കും ഓർഡർ എടുക്കുന്നത്. വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആയിരിക്കത്തില്ല. പിന്നെ നമ്മുടെ പേജ് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അവരിൽ നിന്ന് നറുക്കിട്ട് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. 9 പേർക്ക് എല്ലാ മാസവും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വരുന്നത് വൈറ്റിൽ ഒരു സീ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഒരു സീ ഗ്രീനിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക് സൂപ്പർ നെറ്റ് കോട്ടയിൽ വന്നിരിക്കുന്ന സാരീസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1680 ഇതിൻ്റെ റേറ്റ്. പല റേറ്റിലുള്ള സാരീസ് ആട്ടോ ഇന്ന് കാണിക്കുന്ന. 1680 ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് വൈറ്റിൽ തന്നെ വരുന്ന ഒരു ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് സൂപ്പർ നെറ്റ് കോട്ടയല്ല കേട്ടോ, ഒരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ടാസിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ സെയിം കളർ ടോണിൽ തന്നെ വന്നിരിക്കുന്ന ടാസിൽസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ മുന്താണി പോർഷൻ ഇങ്ങനെ ഫുൾ വർക്ക് വരും. അതുകൂടാതെ നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ് ഇടുന്ന ഈ ഭാഗത്ത് പ്ലീറ്റ് ഇടുന്ന ഭാഗത്തും ഫുൾ വർക്ക്. പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ ലോവർ ഹാഫിലായിരിക്കും ഇതിൻ്റെ വർക്ക് വരുന്നത്. 1680 റേഞ്ചിൽ വരുന്ന വൈറ്റിൽ സൂപ്പർ നെറ്റ് കോട്ടയിൽ വന്നിരിക്കുന്ന സാരീസ്. അപ്പോൾ ഈ സാരീസിൻ്റെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. സൂപ്പർ നെറ്റ് കോട്ട ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകാവുന്ന സാരീസാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റുമാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള സാരീസാണ് സൂപ്പർ നെറ്റ് കോട്ട സാരീസ്. അടുത്തത് വരുന്നത് അതെ വൈറ്റിൽ തന്നെ ഒരു പീച്ച് എംബ്രോയിഡറി 1680 പീച്ച് കളർ എംബ്രോയിഡറി. അടുത്തത് വരുന്നത് വൈറ്റിൽ ഇതേ ഒരു പിങ്ക്, ബേബി പിങ്ക്. ബേബി പിങ്ക് ടോണിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്. അടുത്തത് വന്നിരിക്കുന്നതും ഇതിനകത്ത് തന്നെ ഒരു ലൈറ്റ് പീച്ച്. എടാ ആ സാരി ഒന്ന് എടുത്തടാ, ആ പീച്ച്. ഞാൻ ആദ്യം ഒരെണ്ണം പീച്ച് എന്ന് പറഞ്ഞില്ലേ, ഇതേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെയാട്ടോ. ഇത് അല്പം കൂടെ ഒരു പിങ്ക് ചേർന്ന ഒരു പീച്ച്. ഇത് കണ്ടോ, ഇത് എക്സാക്ട്ലി ഒരു പീച്ച്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരും. അടുത്ത് വരുന്ന അതിനകത്ത് ലാവൻഡർ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ലാവൻഡർ ടോണിലാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. 2 ബോർഡേഴ്സിലും ഇങ്ങനെ എംബ്രോയിഡറി, എന്നിട്ട് ബോഡിയിലും ഇതേപോലെ എംബ്രോയിഡറി വർക്ക് വരും. ലാവൻഡർ. അടുത്ത് വരുന്നത് വേറൊരു പാറ്റേൺ ആട്ടോ. ഇത് കോട്ട മെറ്റീരിയലിൽ. ഇതൊന്നും നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാവുന്ന സാരീസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2580 ഇതിൻ്റെ റേറ്റ് വരുന്നത്. കോട്ട മെറ്റീരിയലിൽ ഇത് കണ്ടോ, ഒരു ബ്രൗണും ഗ്രേയും കൂടെ ചേർന്നിട്ടൊരു കളറിലാണ് അതിനകത്ത് എംബ്രോയിഡറി. എന്നിട്ടൊരു പേസ്റ്റൽ ഗ്രീൻ ടോണും കൂടെയാണ് വന്നിരിക്കുന്നത്. ഒരു ബ്രൗൺ ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി. ഇതാണ് നമ്മുടെ മുന്താണി പോർഷനും ഫ്രണ്ടിൽ പ്ലീറ്റ് ഇടുന്ന പോർഷനും ഇങ്ങനെ വരും. അതേപോലെ നമ്മൾ ലോവർ അല്ലാതെ പ്ലീറ്റ് ഇടുന്ന ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ ലോവർ ഹാഫിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള സെയിം ടോണിൽ വരുന്ന ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. നല്ലൊരു കളർ ടോണാണ് കേട്ടോ. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ നല്ലൊരു ഷെയ്ഡ്. ആ സെയിം പാറ്റേണിൽ തന്നെ വരുന്ന വേറൊരു ഷെയ്ഡ്. ഇതിൻ്റെ ഒരു ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഒരു ലൈറ്റർ ടോൺ, അങ്ങനെ ഒരു നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇതൊക്കെ നല്ലൊരു റെയർ ഷെയ്ഡ്സ്. 2580. അടുത്തത് വരുന്നതും കോട്ട മെറ്റീരിയലിൽ വർക്ക് അല്പം ഡിഫറൻസ് ഉണ്ട്.
ഇത് വരുന്നത് 2180, 2180 കോട്ട മെറ്റീരിയലിൽ തന്നെ അതെ ഒരു ലൈറ്റ് ബ്ലൂ ആ ഒരു ഷെയ്ഡിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. 2180. അടുത്തത് വരുന്നത് നമ്മൾ ആദ്യം കണ്ട ആ ഡിസൈനിൽ തന്നെ ബ്ലൂ ആണ് കേട്ടോ. 2580 നമ്മൾ ആദ്യം കണ്ട പാറ്റേൺ ഇല്ലേ അതിൻ്റെ തന്നെ ബ്ലൂ. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാട്ടോ ഇതൊക്കെ. ഇതേ 2580. അടുത്തത് വരുന്നത് നമുക്ക് വൈറ്റ് തന്നെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന സാരി. വൈറ്റ് തന്നെ എംബ്രോയ്ഡറി വർക്ക് 2390 റേഞ്ചിൽ വരുന്ന സാരീസ്. 2390. വൈറ്റ് തന്നെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വൈറ്റ് സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതി. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക്